സ്ത്രീധനം കുറഞ്ഞുപോയതിന്റെ പേരിലും സൗന്ദര്യം കൂടിപ്പോയതിന്റെ പേരിലും വീണ്ടും പെൺകുട്ടികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീധന പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട തുഷാരി. വിസ്മയയും വിഷ്ണുജയും വിഭജികയും രണ്ട് കുടുംബങ്ങൾ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്ന ഒരു ഇവന്റാണ് മലയാളിക്ക്. 200 പവൻ ഉണ്ടെങ്കിൽ 2 കോടി എടുത്ത് പൈസ കിട്ടും. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരുടെ അച്ഛനമ്മമാരോടാണ് ദയവ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ആ കുഞ്ഞിന്റെ പേരിൽ നിങ്ങൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് കൊടുക്കും. സ്ത്രീധന നിയമപരമായി നിരോധിച്ചിട്ടും പലരും ഇപ്പോഴും അത് തുടർന്ന് എന്തുകൊണ്ടാണ്? വർഷങ്ങളോളം നമ്മൾ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യം ഇന്നലെ മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന ഒരാളുടെ കയ്യിലേക്ക് നിങ്ങൾ എന്ത് വിശ്വസിച്ചാണ് അത് ഏൽപ്പിക്കുന്നത്? കണക്കുകൾ കള്ളം പറയില്ല. ഇന്ത്യയിൽ ഓരോ വർഷവും 7000-ഓളം സ്ത്രീധന മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ലക്ഷക്കണക്കിന് പീഡന കേസുകളും. ടിവിയിലും പത്രങ്ങളിലും നമ്മൾ കാണുന്ന ഈ വാർത്തകൾക്ക് പിന്നിൽ നിങ്ങളുടെ മക്കളെ പോലത്തെ എത്രയോ പെൺകുട്ടികളുണ്ട്. നിങ്ങൾ വിവാഹത്തിന് നൽകുന്ന ഈ സ്വർണ്ണവും പണമൊക്കെ അവൾക്ക് വേണ്ടിയാണോ അതോ മറ്റൊരാൾക്ക് വേണ്ടിയാണോ? ഒരുപക്ഷെ നിങ്ങൾ ഇനി സ്ത്രീധനം കൊടുക്കുകയാണെങ്കിൽ തന്നെ അത് സ്ത്രീക്ക് വേണ്ടി കൊടുക്കണം. പുതിയൊരു ജീവിതത്തിലേക്ക് അവർ കടക്കുമ്പോൾ അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ കൈകാര്യം ചെയ്യാനായിട്ടും ഉപകാരപ്പെടുത്താനും പറ്റുന്ന രീതിയിൽ അത് സ്ത്രീകളിലേക്ക് എത്തട്ടെ. പലപ്പോഴും നമ്മൾ കാണുന്നത് ഇങ്ങനെ മക്കൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന പണം, സ്വർണം അല്ലെങ്കിൽ പ്രോപ്പർട്ടിയുടെ പോലും അവകാശം ഭർത്താവിന്റെയും അയാളുടെ വീട്ടുകാരുടെയും കയ്യിലേക്ക് എത്തുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ എനിക്ക് മാതാപിതാക്കളോട് ഒന്നേ പറയാനുള്ളൂ, ഇനി അവൾക്ക് വേണ്ടിയല്ല അവളിലേക്ക് തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. സോ നിങ്ങളുടെ മകളെ വിശ്വസിക്കൂ, ഇന്നലെ വന്നവരെയല്ല. അവൾക്ക് ശരിക്കും വേണ്ടത് മറ്റാരെയും ആശ്രയിക്കേണ്ടാത്ത ഒരു സാമ്പത്തിക ഭദ്രതയാണ്. മകളുടെ സുരക്ഷയ്ക്കും സന്തോഷത്തിനും വേണ്ടി അവളുടെ വിദ്യാഭ്യാസത്തിലും ഭാവിയിലും ഇൻവെസ്റ്റ് ചെയ്യും. ഇവിടെയാണ് LIC അവൾക്കൊരു കരുതലാകുന്നത്. അവളുടെ ജീവിതകാലം മുഴുവൻ അവൾക്കൊരു തണലായി നിൽക്കുന്ന സാമ്പത്തിക സ്വാതന്ത്ര്യം അവൾക്ക് LICയിലൂടെ നൽകും. മകളെ രാജകുമാരിയായി വളർത്തിയാൽ മാത്രം പോരാ, അവളെ സ്വയം പര്യാപ്തയുമാക്കണം. സോ ഈ വരുന്ന വുമൻസ് ഡേയിലേക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിലേക്കുള്ള ആദ്യ ചുവട് വെക്കാൻ നമുക്ക് സഹായിക്കാം. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യലൈസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകളെ കുറിച്ച് അറിയാനായിട്ട് യു ക്യാൻ DM me. അതേപോലെ തന്നെ എന്റെ ഫോൺ നമ്പറും അതേപോലെ എന്റെ ഓഫീസ് അഡ്രസ്സും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. സോ അഡ്വാൻസ് ഹാപ്പി വുമൻസ് ഡേ.